വർഷത്തെ വികസന സെമിനാറാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ മാസം എല്ലാ വാർഡുകളിലും നമ്മുടെ ഗ്രാമസഭ കൂടി ജനകീയതയോടുകൂടി വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകൾ 13 വർക്കിംഗ് ഗ്രൂപ്പുകൾ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി എല്ലാ മേഖലയും ആളുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഗ്രാമസഭയിൽ നിന്നും അതുപോലെ തന്നെ വിവിധ വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങൾ പ്രോജക്റ്റുകളാക്കി ഇന്നത്തെ വികസന സെമിനാറുകൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വികസന സെമിനാറിൻ്റെ ബഹുമാന്യായ അധ്യക്ഷ, കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്മിത NB, ഉദ്ഘാടനം നിർവഹിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ജോൺസൺ കൊട്ടുവാപ്പള്ളി അവർ, ജില്ലാ പഞ്ചായത്തിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോസ് പുത്തൻകാല അവർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സന്ധ്യ, പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മെമ്പർമാർ, വികസന സെമിനാർ ഉണ്ടാകാനിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. 2025-26 വർഷത്തെ വികസന സെമിനാറാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം 14ാം പഞ്ചവത്സര പദ്ധതിയിലെ 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നമ്മൾ പൂർത്തീകരിച്ചു വരികയാണ്. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ ആവശ്യമായ പ്രോജക്റ്റുകൾ കൃത്യമായി നടത്താനായിട്ട് കഴിയുന്ന വിധത്തിലുള്ള പദ്ധതി പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കൃഷി ക്ഷീരമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ വർഷവും പ്രോജക്റ്റുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പാലിന്റെ സംസ്കരണത്തിനു കൂടി വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനും നമുക്ക് സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. കൃഷി മണ്ണ് ഉൾപ്പെടെ പ്രത്യേക പരിഗണന നൽകുന്ന വിഭാഗത്തിന് പ്രത്യേക പദ്ധതികളും നമ്മൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. കടുത്തുരുത്തി പഞ്ചായത്തിൻ്റെ 19 വാർഡിലും നടന്ന ഗ്രാമസഭകളിൽ വന്ന നിർദ്ദേശങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ പ്രോജക്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമേ നമ്മുടെ വികസന സെമിനാറിൻ്റെ അധ്യക്ഷയായിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സ്മിത NB ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കടുത്തുരുത്തി പഞ്ചായത്തിൻ്റെ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട ആരാധനായ പ്രസിഡന്റ് ശ്രീ ജോൺസൺ കൊട്ടുവാപ്പള്ളി അവരുടെ ഏറ്റവും സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോസ് പുത്തൻകാല അവരുടെ മുഖ്യപ്രഭാഷണം നൽകുകയും ചെയ്യുന്നു. ജോസ് പുത്തൻകാല അവരുടെ ഏറ്റവും കൃത്യമായി ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട സന്ധ്യ മേഡത്തെ ഏറ്റവും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പൗളി ജോർജിനെ സ്വാഗതം ചെയ്യുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സുമേഷ് കേസിനെ സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയപ്പെട്ട ശാന്തമ്മ രമേശിനെ സ്വാഗതം ചെയ്യുന്നു. വ്യാപാരി വ്യവസായ സംഘടനയിലെ പ്രതിനിധികളുണ്ട്, അവരെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ കടുത്തുരുത്തി പഞ്ചായത്തിൻ്റെ 19 വാർഡിലും വയോജന ക്ലബ്ബുകൾ രൂപീകരിച്ചിരുന്നു. വയോജന ക്ലബ്ബിൽ നിന്നും ഇവിടെ അംഗങ്ങൾ വികസന സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അവരെ ഈ യോഗത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ടൂറിസം ഫെസ്റ്റിൻ്റെ എല്ലാ അംഗങ്ങളെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ പ്രിയപ്പെട്ട ആശാവർക്കർമാരുണ്ട്, അംഗൻവാടി ടീച്ചർമാരുണ്ട്, എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുള്ള പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്, അവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടെ പാടശേഖര സമിതി അംഗങ്ങൾ, കർഷകർ, ക്ഷീരകർഷകർ ഉൾപ്പെടെ ഇതിലെത്തിയിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമ്മളുടെ ഈ വികസന സെമിനാറിൽ പങ്കെടുക്കാനും ഇത് ഒബ്സർവ് ചെയ്യാനുമായിട്ട് വിവിധ കോളേജുകളെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്ന MSW, BSW സ്റ്റുഡൻസ്, മറ്റ് പ്രിയമുള്ളവരെ, കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതി ഞങ്ങൾ അവതരിപ്പിക്കുന്ന അവസാനത്തെ ഒരു വികസന സെമിനാറാണ് ഇതെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ വികസന സെമിനാറിനുണ്ട്. ഞങ്ങൾക്ക് ശേഷവും വികസന സെമിനാറുകൾ ഉണ്ടാവും. പക്ഷേ അപ്പോൾ എത്ര പേര് ഈ ഭരണസമിതിയിലുള്ളവർ ഉണ്ടാവും എന്ന് നമുക്കറിയില്ല. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഈ 4 വർഷം കടന്നുപോയ 4 വർഷങ്ങൾ ശ്രീമതി സൈനമ്മ ഷാജുവും CB പ്രമോദും പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിട്ട് നേതൃത്വം കൊടുത്ത ഭരണസമിതി 2.5 വർഷത്തിന് ശേഷം സ്മിത NB എന്ന ഞാനും ജിൻസി എലിസബത്ത് എന്ന വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്കിലും ഒക്കെ ഭരണപരമായ നേതൃത്വത്തിൽ മാറ്റമുണ്ടെങ്കിലും എല്ലാം തുടർച്ചയാണ്. കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് നമ്മളുടെ കൃത്യമായിട്ട് മാൻഡേറ്ററി ആയിട്ട് വെക്കേണ്ട എല്ലാ പ്രോജക്റ്റുകളും ഏറ്റെടുക്കുന്നതോടൊപ്പം ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടല്ല, അതിനു മുമ്പ് തന്നെ നമുക്ക് ഒരുപാട് ഓൺ ഫണ്ടുള്ള പഞ്ചായത്താണ്. ഞാൻ ഈ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്,
ഭരണസമിതിയുടെ കൂട്ടായ്മയും ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടും. അത് വെറുതെ ഒരു ഭംഗിവാക്കായിട്ട് ഇതിൽ ഈ ആമുഖം നിങ്ങളൊന്ന് വായിക്കണം. നമ്മുടെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ആമുഖത്തിൽ പരിമിതപ്പെടുത്താനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇത് എഴുതിയിരിക്കുന്നത് ദീർഘവീക്ഷണത്തോടെയുള്ള ആ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. നവകേരളത്തിനായി മാലിന്യ സംസ്കരണം എന്ന് പറയുമ്പോൾ അതൊരു പുതിയ ശീലത്തിൻ്റെയും പുതിയ ഒരു കാഴ്ചപ്പാടിൻ്റെയും പ്രതിഫലനം കൂടിയാണ്. ദീർഘവീക്ഷണമുള്ള ഒരു സർക്കാർ മുന്നോട്ട് വെച്ച ഒരാശയം പ്രാദേശിക തലത്തിൽ നടപ്പിൽ വരുത്തുവാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ അതിനിയും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ വെച്ച ബോട്ടിൽ ബൂത്തുകൾ ഉൾപ്പെടെ നമ്മുടെ ടൗണിൽ പല ഇടങ്ങളിലും വെച്ചിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നടന്നിട്ടില്ല. അതിന്ന് ഈ വികസന സെമിനാറിന് ശേഷം ബോട്ടിൽ ബൂത്ത് ടൗണിൽ സ്ഥാപിക്കുന്നതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. നമ്മുടെ ടൂറിസം ഫെസ്റ്റിവൽ കാന്താരിക്കടവിലാണെങ്കിലും എഴുമാന്തൂരത്തിലുമെല്ലാം ഈ ബോട്ടിൽ ബൂത്തുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിരുന്നു. പള്ളിയിൽ പെരുന്നാളിന് ഇപ്പോൾ നമ്മുടെ വലിയ പള്ളിയിൽ പെരുന്നാൾ നടക്കുന്ന അവിടെയൊക്കെ ഇതുണ്ടാവും. പിന്നീട് നമ്മളിപ്പോൾ ആദ്യഘട്ടത്തിൽ 15 ബോട്ടിൽ ബൂത്തുകൾ, ഇതിന് ശേഷം അടുത്ത വർഷത്തേക്കും ഈ പ്രോജക്റ്റ് നമ്മൾ കൃത്യമായിട്ട് ടൗൺ പ്രദേശങ്ങളും നമ്മുടെ ഉള്ളിലേക്കുള്ള കൂടുതൽ ജനസാന്ദ്രതയുള്ള ആളുകൾ കൂടുന്ന ഇടങ്ങളിലുമെല്ലാം ചെറിയ ബോട്ടിൽ ബൂത്തുകളും കൂടി നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രാദേശിക സാമ്പത്തിക വികസനമാണ് ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ലക്ഷ്യം. പ്രാദേശിക സാമ്പത്തിക വികസനം, അതിൽ കൃഷിയുണ്ട്, ക്ഷീരവികസനമുണ്ട്, യുവാക്കളുടെ സംരംഭങ്ങളുണ്ട്. അതിൽ തന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് സ്ത്രീകളുടെ സംരംഭങ്ങൾ. ഇതിനെല്ലാം തുക ഞങ്ങൾ ഈ നമ്മുടെ പ്രോജക്റ്റുകളിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ ഭിന്നശേഷിയുള്ള കുട്ടികൾ ഉള്ള വീടുകളിൽ അവരുടെ ഒരവസ്ഥ മനസ്സിലാക്കി അവരുടെ പേരൻസിന് വേണ്ടി മാതാപിതാക്കൾക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായവും നമ്മളിവിടെ വച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളും നടത്തുന്നതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിക്കപ്പെട്ട ഒരു വർഷം കൂടിയാണ് കഴിഞ്ഞ വർഷം. കാരണം ഡയാലിസിസ് രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ ഗ്രാമസഭകൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെ നടത്തുവാനായിട്ട് ഭരണസമിതി ആഗ്രഹിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെ വലിയ നിർദ്ദേശങ്ങൾ, അങ്ങനെ വന്ന നിർദ്ദേശങ്ങളിലൊന്നാണ് ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടിയുള്ള ധനസഹായം. നമുക്കത് കഴിഞ്ഞ വർഷം കൃത്യമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തെ ഇംപ്ലിമെൻറ്റേഷൻ 2ാമത്തെ വർഷം നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം ഏറ്റെടുത്തത് വേറെ ഒരു കാര്യം, മനോരോഗികൾക്ക് വേണ്ടിയുള്ള അതിൽ നമുക്ക് ആവശ്യം വന്നു. ഈ ഭിന്നശേഷി ഗ്രാമസഭ പ്രത്യേക ഗ്രാമസഭ നടത്തിയപ്പോൾ ആവശ്യം വന്നതനുസരിച്ച് മനോരോഗികൾക്ക് വേണ്ടി ഒരു ബത്ത അത് നമ്മൾ ചെയ്തു. അതുപോലെ ദരിദ്രർക്ക് വേണ്ടിയുള്ള അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. കൃഷി എന്ന് പറയുമ്പം ക്ഷീരമേഖല കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ക്ഷീരഗ്രാമം പദ്ധതി ഏറ്റെടുത്തത്. കൃഷിക്കാർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നെൽകൃഷിക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും ചെയ്യുന്ന പ്രോജക്റ്റുകളെല്ലാം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസർ, നമുക്ക് അഭിമാനമുണ്ട് ഓരോ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാരെ കുറിച്ചും. എല്ലാം ചെറുപ്പക്കാരാണ്. അതിൻ്റെ ഒരു മേന്മയും നമുക്ക് കാണാനുണ്ട്. പുതിയ ഐഡിയകൾ, പുതിയ വളരെ ക്രിയേറ്റീവായിട്ടുള്ള, ഇപ്പം പ്രിയപ്പെട്ട ഡോക്ടർ സുശാന്ത് ഉണ്ട് ഇവിടെ. അതുപോലെ ഞാൻ കൃഷി ഓഫീസർ കാര്യമാണ് സിദ്ധാർത്ഥ് വന്നു കഴിഞ്ഞപ്പോൾ കൂടി ആലോചിച്ചാണ് നമ്മൾ കൂലിച്ചെലവ് സബ്സിഡി, വളം കൊടുക്കുന്നതിന് പകരം വളം നമ്മൾ വെച്ചിട്ടുണ്ട്. കൂലിച്ചെലവ് സബ്സിഡി എന്ന് പറയുന്ന പ്രോജക്റ്റിലേക്ക് നേരിട്ട് കർഷകൻ്റെ കയ്യിൽ മരച്ചീനി കൃഷി ചെയ്യുന്ന 20-25 സെൻറ്റിൽ മരച്ചീനി കൃഷി ചെയ്യുന്ന ആളുകളുടെ കയ്യിലേക്ക് കൂലിച്ചെലവ് ചെല്ലുകയാണ്. അതുപോലെ തന്നെ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നവരുടെ കയ്യിലേക്ക് കൂലിച്ചെലവ് ചെല്ലുകയാണ്. അതേപോലെ തന്നെ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക്. അപ്പോൾ നമുക്ക് ഈ തരിശ് കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ധനസഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ തരിശ് കൃഷിയിൽ ഏറ്റെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ച മഞ്ഞൾ കൃഷി. അപ്പോൾ എത്ര പേരുണ്ടെന്നുള്ള ഡേറ്റ ലഭ്യമല്ലെങ്കിൽ പോലും നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയും കൂടി നമ്മൾ കൂലിച്ചെലവ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിലും ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു, കുരുമുളക് വിതരണം ചെയ്തു, HDP ചട്ടി വിതരണം ചെയ്തു, ജാതി തൈകൾ, തെങ്ങിൻ തൈകൾ ഇതെല്ലാം നമ്മൾ വിതരണം ചെയ്തു. ഓരോ പ്രാവശ്യവും നമ്മുടെ മുന്നിൽ വരുന്ന ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞാണ് ഞങ്ങൾ പ്രോജക്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പഞ്ചായത്തിനെ നമുക്ക് വലിയൊരാഗ്രഹം എന്ന് പറയുന്നത് സ്ത്രീ സൗഹൃദ പഞ്ചായത്താക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ വർഷം ജെൻഡർ സ്റ്റാറ്റസ് സ്റ്റഡി പ്രോജക്റ്റ് നമ്മൾ ആരംഭിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്.
അതിനുശേഷമായിരിക്കും ജെൻഡർ, സ്ത്രീകളുടെ തുല്യതയുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ വിടവുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ചേരുന്ന പ്രോജക്റ്റുകൾ, അതിനെ മറികടക്കാനായിട്ട് സ്ത്രീകളുടെ പദവി ഉയർത്തുവാനായിട്ടുള്ള പ്രോജക്റ്റുകൾ WCP നമ്മുടെ വനിതാ ഘടക പദ്ധതി 10% തുക അതിനുവേണ്ടി കൃത്യമായിട്ട് വിനിയോഗിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള വയോജന സൗഹൃദം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കുറേ അധികം നമ്മുടെ വയോജന ക്ലബിനെ പ്രതിനിധീകരിച്ചുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്, വയോജനങ്ങളും വയസ്സായ ആളുകൾ എന്നുള്ള നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ, ഒരുപാട് പൊട്ടൻഷ്യലുള്ള സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ നമ്മളുടെ പഞ്ചായത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാകും. തുടർ പ്രവർത്തനങ്ങളിൽ ഈ വയോജന ക്ലബിൻ്റെ സഹായം പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക കാറ്റഗറിയെ കൂടി പ്രത്യേകമായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 20-ാം തീയതിക്കുള്ളിൽ നമ്മൾ ആ ടൂർ പോകും. വയോജനങ്ങൾ എല്ലാ വാർഡിലെയും നമ്മൾ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് ഈ വർഷം ഒരു ചെറിയ തുടക്കം, അപ്പോൾ അതിന് നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ഈ മാസം തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു ഫിലിം ഫെസ്റ്റ് ആലോചിക്കുകയല്ല, പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. ഡേറ്റ് തീരുമാനിച്ചാൽ മതി. അടുത്ത വർഷത്തിൽ നമ്മൾ വീണ്ടും പുതിയ പ്രോജക്റ്റുകൾ, വയോജനങ്ങൾക്ക് വേണ്ടി കലോത്സവം, ഇതേ പ്രോജക്റ്റുകൾ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇന്ന് വന്നിരിക്കുന്ന ആളുകൾക്ക് ഇതിന് ശേഷം വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുമെങ്കിൽ പരിഗണിക്കാൻ പറ്റുന്നത് മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ തീർച്ചയായിട്ടും അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. സൗഹൃദ പഞ്ചായത്ത് ആക്കുവാനും വേണ്ടിയുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ വച്ചിരുന്നത്. അപ്പോൾ അത് ഞാനും ICDS ഓഫീസറും സുമേഷും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു ടീം കിലയിൽ പോവുകയും നമുക്ക് ചൈൽഡ് ഫ്രണ്ട്ലി ആക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു പരിശീലനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഡ്ജറ്റിൻ്റെ തുക വകയിരുത്തുമ്പോൾ എത്രമാത്രം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്നുണ്ട്, അവർക്ക് ഓവറോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രോജക്റ്റുകൾ കുട്ടികളുടെ കായിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പരിശീലനം സിദ്ധിച്ച കായിക പരിശീലകരെ കൊണ്ടുള്ള പിന്നെ കായിക പരിശീലനം സ്കൂളുകളിൽ കൊടുക്കുന്ന പദ്ധതിയാണ് അടുത്ത വർഷത്തേക്ക് പ്രധാനമായിട്ട് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. സ്വയം പര്യാപ്ത അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഗ്രാമം എന്ന തീമാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സുസ്ഥിര വികസനം, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യുന്ന 2030 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ 30 നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുന്ന പോലെ, ഇപ്പോൾ 2025 ഇനിയും 5 വർഷങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ജെൻഡറും ഒക്കെ അതിൻ്റെ കൂടെ വരുന്നതാണ്. കുട്ടികളുടെ ഇതെല്ലാം അതിൽ കൂടെ വരും. ജലസംരക്ഷണം പോലെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നതാണ്. 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് സ്വയം പര്യാപ്ത അടിസ്ഥാന സൗകര്യങ്ങൾ. ഈ വർഷവും ഓൺ ഫണ്ടിൽ നിന്ന് തന്നെ 1.5 കോടി രൂപ ചിലവാക്കിയാണ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. അതിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവമല്ല. നമുക്ക് കഴിഞ്ഞ വർഷം വകയിരുത്തൽ കുറച്ച് കുറവായപ്പോൾ പോലും 2.5 കോടി ഇവിടെ, അതായത് 10-11 കോടി ഒരു പഞ്ചായത്തിന് നമ്മൾ ഫണ്ട് വകയിരുത്തുമ്പോൾ അതിൽ 2.5 കോടി രൂപ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി മാത്രം ഒരു പഞ്ചായത്ത് നീക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തുക തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ ആ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത സമയത്ത് കോൺട്രാക്ടർമാർ വേണ്ട വിധത്തിൽ സഹകരിക്കാതെ ഇരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വർക്കുകൾ അങ്ങനെ പെൻഡിങ് വന്നത് കഴിഞ്ഞ വർഷം. അതെല്ലാം ഈ വർഷം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിചാരിതമായിട്ട് 1 കോടി രൂപ നമുക്ക് സർക്കാരിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട് റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി 24-25 തന്നെ. അടുത്ത വർഷത്തേക്ക് നമ്മൾ ഈ തീം കൂടി എടുത്തതുകൊണ്ട് കുറച്ച് ഫ്രഷ് റോഡുകളും കൂടി നമുക്ക് വരുത്തുവാനായിട്ട് സാധിക്കും. കൂടുതൽ നല്ല ശുചിമുറികൾ, ടേക്ക് എ ബ്രേക്ക് പോലെയുള്ള ടോയ്ലറ്റ് സമുച്ചയങ്ങൾ, ഇപ്പോൾ നമ്മുടെ ടൂറിസം സെൻ്ററുകളിൽ കാന്താരി കടവിലും എഴുമാതുരത്തിലുമൊക്കെ നമുക്ക് ടൂറിസം സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ടോയ്ലറ്റ് സമുച്ചയങ്ങൾ പണിയാനായിട്ട് സാധിക്കും. ഈ നമ്മുടെ കടുത്തുരുത്തി ടൗണും മറ്റതുപോലെ ആയാങ്കുടിയൊക്കെ ആണെങ്കിലും അവിടെയെല്ലാമുള്ള കച്ചവടക്കാരെ സംബന്ധിച്ച് അവരുടെ ലൈസൻസ് പുതുക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ ബിന്നുകൾ സ്ഥാപിക്കണം എന്നുള്ളതാണ്. നമ്മളല്ല, ഓരോ വ്യവസായികളും ഓരോ കച്ചവടക്കാരും ഇല്ലെങ്കിൽ അവിടെ ഫൈൻ അടിച്ചു കൊടുക്കാമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ 2-3 മീറ്റിങ്ങിലൊന്നും പറഞ്ഞിട്ട് ഇവിടെ നല്ല വളരെ അപൂർവമായിട്ട് ചിലയിടങ്ങളിലൊക്കെ കടുത്തുരുത്തിയിൽ 2-3 കടകളിലൊക്കെ സ്വമേധയാ ബിന്നുകൾ വെച്ച് അത് സംസ്കരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ
പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞാനത് വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളോട് പറഞ്ഞു കഴിഞ്ഞു. ആ ഇതിൽ ഉൾപ്പെടുത്തി നമ്മൾ ബിന്നുകൾ ഇവരുടെ എല്ലാ ട്രേഡേഴ്സിനും ലൈസൻസ് ഉള്ള എല്ലാ ട്രേഡേഴ്സിനും ഞങ്ങൾ ബിന്നുകൾ തരികയാണ്. ചെറിയ നോമിനലായിട്ടുള്ള, അതായത് 700 രൂപയുടെ ബിന്നിന് 70 രൂപ നിരക്കിൽ വാങ്ങിച്ചുകൊണ്ട് അതായത് നമുക്കിപ്പോൾ തന്നെ ഒരാഴ്ചക്കുള്ളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഞങ്ങളോട് എല്ലാവരും സഹകരിച്ച് ആ ബിന്നുകൾ വാങ്ങിച്ച് വെക്കണം. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഞാനതിൻ്റെ പ്രോജക്റ്റുകൾ ഒക്കെ അവതരിപ്പിക്കുന്നതും ഇതിൻ്റെ കാര്യങ്ങൾ പദ്ധതി രേഖ അവതരിപ്പിക്കുന്നതും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ുള്ളത് ഞങ്ങളിപ്പോൾ വിഹിതം ബ്ലോക്കിലേക്ക് ഗ്രാമവണ്ടിക്കും അതുപോലെ ഇപ്പം ഡൈപ്പറിൻ്റെ ഇതിനു വേണ്ടി ഇൻസിനേറ്ററിന് വേണ്ടിയും പഞ്ചായത്തിലേക്ക് വകയിരുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ജോസിയേട്ടൻ ഇവിടെയുണ്ട്. അപ്പം നമ്മളുടെ ഡിവിഷനിലേക്ക് കിട്ടാവുന്ന പൈസ, പ്രത്യേകിച്ചും ജോസിയേട്ടനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഇപ്പോൾ എമർജ് ചെയ്ത് വരുന്ന ഒരു ഫീൽഡ്, ഒന്ന് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള നമുക്ക് ഇഷ്ടം പോലെ ഫണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫണ്ട് ജോസിയേട്ടൻ ഇവിടെ കിട്ടാനുള്ളത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരണം. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് പരമാവധി പാടശേഖര സമിതിയെ സഹായിക്കുന്ന രീതിയിലുള്ള ഫണ്ട് വകയിരുത്തണം. അതുപോലെ ഇവിടെ വന്ന് നമ്മുടെ ഇതിൽ പങ്കെടുത്ത ഇത്രയും പേരെ കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. കഥ എന്ന് വെച്ചാൽ വികസന സെമിനാർ നമ്മളിവിടെ പദ്ധതി രേഖ അവതരിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് വീണ്ടും എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ലഭിക്കും. അതിന് ശേഷിയുള്ള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു പൊതുസമൂഹം ഇപ്പോഴും വളരെ വൈബ്രൻ്റ് ആണെന്നുള്ള ഒരു തിരിച്ചറിവിൽ, അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇന്ന് ഈ വികസന സെമിനാറിൽ പങ്കെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു. നമുക്കറിയാം, നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ സ്മിത പറഞ്ഞു കഴിഞ്ഞു. വളരെ നല്ല ഒരു ഭരണം കാഴ്ചവെക്കാനായിട്ട് ഈ കഴിഞ്ഞ 4 വർഷവും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ് നമ്മുടെ ഈ വികസന രേഖ. നമുക്കറിയാം, ഈ പഞ്ചവത്സര പദ്ധതിയുടെ ഈ അവസാന പാദത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിയിൽ ഏതാണ്ട് തീരാറായിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് വികസനം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്ന ഒരു കാലമാണ് നമ്മൾ കാണുന്നത്. കാരണം ഒരു 15 വർഷം മുമ്പ്, അല്ലെങ്കിൽ നമ്മുടെ ജനകീയ ആസൂത്രണം തുടങ്ങുന്ന ഒരു 25 വർഷം മുമ്പുള്ള ഒരവസ്ഥയല്ല ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ. ഗ്രാമങ്ങളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അധികാരം കൈമാറി കിട്ടിയപ്പോൾ നാടിന് വന്ന ഒരു ഉണർവും വളർച്ചയും എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. ഒന്നിച്ചു നിന്നാലേ നമുക്ക് അതിൻ്റെ നേട്ടം കൊയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഒരു 100 പേര് അല്ലെങ്കിൽ ഒരു 500 പേര് കൂടുമ്പോൾ 500 ആശയങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. ആ ആശയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഏറ്റവും മികച്ച ആശയങ്ങളാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇനിയും വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ വികസന പ്രക്രിയ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായ രീതിയിൽ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അടുത്തിട്ട് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുമായിട്ട് വളരെ സഹകരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ മുൻ പ്രസിഡന്റ് PV സുനിൽ കഴിഞ്ഞ 4 വർഷം കഴിഞ്ഞ ടൈമിൽ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. അന്നാണ് എനിക്ക് തോന്നുന്നത് കടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ തരിശ് നില കൃഷി ഏറ്റവും ഭംഗിയായി അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എല്ലാ മേഖലകളിലും ഉണ്ടായി. നമ്മുടെ തരിശ് കൃഷി തന്നെ, തരിശ് ഭൂമി തന്നെ ഇല്ലാതായ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ സാധിക്കും. നമ്മുടെ നെല്ലുൽപാദനം ത്രിതല പഞ്ചായത്തുകൾ ഒന്നിച്ചു നിന്നാൽ എത്ര വലിയ കാര്യങ്ങളും നമുക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കും. അതിലേക്ക് ഒരു ചെറിയ ഉദാഹരണമാണ് ഞീഴൂർ പഞ്ചായത്തിലെ ഒരു പാലം. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇടിഞ്ഞു കിടക്കുകയാണ്. യാത്ര ഒട്ടനവധി 15 കിലോമീറ്റർ ചുറ്റിയാണ് ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒരു 15 ലക്ഷം രൂപയും, ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപയും, ഗ്രാമപഞ്ചായത്ത് 2 ലക്ഷം രൂപയും വെച്ച് 2-3 മാസം കൊണ്ട് ആ പാലത്തിൻ്റെ പണി തീർത്ത് അത് ഗതാഗതയോഗ്യമാക്കി. അപ്പം എത്ര വലിയ പദ്ധതികളാണെങ്കിലും എനിക്ക് തോന്നുന്നത് 3 ത്രിതല പഞ്ചായത്തുകൾ ഒന്നിച്ചു നിന്ന് ആലോചനാപൂർവ്വം പദ്ധതികൾ രൂപീകരിച്ചാൽ നമുക്ക് എത്ര വലിയ പദ്ധതികളും ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാ ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും പദ്ധതികൾ രൂപീകരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കൂടിയിരിപ്പും കൂടിയാലോചനയും കൂടി ഉണ്ടാകണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത്
പ്രസിഡന്റ് ഇൻചാർജ് ജോസേട്ടനോട് ഒരു പ്രത്യേക നിർദ്ദേശം ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കടുത്തുരുത്തി ഗവൺമെൻറ് സ്കൂളിൻ്റെ ഗ്രൗണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഗ്രൗണ്ടാണ്. അതിൻ്റെ സൈഡ് ഒരു 3 അല്ല ഒരു 4 അടി വീതി ടൈലിട്ടിട്ട് ഫുൾ നടക്കാനുള്ള, രാവിലെയും വൈകുന്നേരവും ആളുകൾക്ക് നടക്കാനുള്ള ഒരു സംവിധാനമാണ്. കാരണം ഇന്ന് ആരോഗ്യ പ്രശ്നമാണല്ലോ നമ്മുടെ എല്ലാ ഏറ്റവും വലിയ പ്രശ്നം. നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് വാഹനം ഇടിക്കാതെ നടക്കാനുള്ള ഒരു സോഴ്സ് ഇവിടെ നമ്മുടെ കടുത്തുരുത്തിയിലില്ല. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ ടൈലൊക്കെ ഇട്ട് അവിടെ ഒരു വാച്ചറെ വെച്ച് നമുക്ക് രാവിലെയും വൈകുന്നേരവും അത് തുറന്നു തന്ന്, അത് ജില്ലാ പഞ്ചായത്തിൻ്റെയാണ് സ്കൂള്, അപ്പോൾ അവർക്കത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ജോസേട്ടനത് തീർച്ചയായിട്ടും അത് പരിഗണിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ബ്ലോക്ക് പഞ്ചായത്ത് സഹായിക്കണമെങ്കിൽ, ഗ്രാമപഞ്ചായത്തും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഫണ്ട് വയ്ക്കുകയോ സഹായം ചെയ്യുകയോ വേണമെങ്കിൽ അതും ചെയ്തു കൊടുക്കാം. സഹകരിച്ച് ഒട്ടനവധി പദ്ധതികൾ ഈ വർഷവും വിഭാവനം ചെയ്തിട്ടുള്ളതെല്ലാം ഭംഗിയായിട്ട് തന്നെ നടപ്പാക്കും. അതിനുള്ള ഫണ്ട് ഗ്രാമപഞ്ചായത്തിന് മാറിക്കൊടുക്കും എന്നുകൂടി അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നമ്മുടെ ഈ വികസന സെമിനാർ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ ഗൗരവമുള്ള ഒരു മീറ്റിംഗാണ് ഇവിടെ നടക്കുന്നത്. ഈ നാടുമായി ബന്ധപ്പെട്ട, ഈ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ വരുന്ന 25-26 വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിൻ്റെ ഒരു സമാപന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുക. അതിനെ സംബന്ധിച്ചിടത്തോളം, ഈ കടുത്തുരുത്തി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 19 വാർഡുകളാണ്. ഈ 19 വാർഡുകളിലെ വിവിധ വാർഡുകളിലേക്കുള്ള വികസന കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് 19 സ്ഥലങ്ങളിലും ഗ്രാമസഭകൾ ചേർന്നു. ആ ഗ്രാമസഭകളിൽ ഒട്ടനവധി നിർദ്ദേശങ്ങളൊക്കെ തന്നെയും വന്നിട്ടുണ്ട്. അതൊക്കെ എല്ലാം വച്ച് ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അവസാന അന്തിമ പദ്ധതി രേഖയുടെ രൂപീകരണം നമുക്ക് നടത്താൻ സാധിക്കുന്നത്. കാർഷിക മേഖലയിലായാലും മാലിന്യമുക്തം, അതുപോലെ ക്ഷീരഗ്രാമം, സ്വയം തൊഴിൽ പദ്ധതികൾ, സ്കിൽ ട്രെയിനിങ്ങുകൾ, അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ വയോജന സൗഹൃദം, ക്യാൻസറിനെതിരെയുള്ള വലിയ പോരാട്ടം, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ നേതൃത്വപരമായ പങ്ക് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ അവസാനം നമ്മൾ വന്നിരിക്കുന്ന ഒരു കേസ് ക്യാൻസറിനെതിരെയുള്ള വലിയൊരു പോരാട്ടമാണ്. നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞ 4-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി അതവിടെ പ്രഖ്യാപിച്ചു. ക്യാൻസറിനെതിരെയുള്ള വലിയ പോരാട്ടം, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. ആണുങ്ങൾക്കും ക്യാൻസർ ബാധിക്കുന്നുണ്ട്, പക്ഷേ പെണ്ണുങ്ങൾക്ക് അത് കൂടുതലായിട്ട് ബാധിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, സംസ്ഥാന തലത്തിൽ ഇതിനെതിരായിട്ടുള്ള വലിയ പ്രചരണങ്ങൾ നടത്താൻ പോവുകയാണ്. അതിൽ പ്രധാനപ്പെട്ട അത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളെല്ലാം നമുക്ക് വനിതകൾക്കൊക്കെ തന്നെ അറിയാം. അത് സ്വയമായിട്ട് നമുക്കത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട്. മറ്റ് മാമോഗ്രാം ടെസ്റ്റിലൂടെ നമുക്കത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ച്, നേരത്തെ തന്നെ കണ്ടുപിടിച്ച്, അത് വ്യാപിക്കുന്നതിന് മുമ്പ് കണ്ടുപിടിച്ച്, അത് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് ഒട്ടേറെ ജീവനുകളെ രക്ഷപ്പെടുത്താനാവുമെന്ന് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്, കേരളത്തിലെ ആരോഗ്യവകുപ്പും കണ്ടുപിടിച്ചിട്ടുണ്ട്, കേരളത്തിലെ ഗവൺമെൻറ്റും ആ കാര്യത്തിൽ ആവശ്യമായ പ്രോത്സാഹനം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ഒരു മാലിന്യങ്ങൾ ഇല്ലാതെ വന്നെങ്കിൽ മാത്രമേ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്, നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന നവകേരള സൃഷ്ടി, ഒരു പുതിയ കേരളം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കണം. ഇന്നലകളിൽ കണ്ട കേരളമല്ല, ആരോഗ്യമുള്ള കേരളം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ മാലിന്യമുക്തമായ കേരളമായി മാറണം. നമുക്കറിയാം, വീടുകളിലെ മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുന്നതുകൊണ്ട്, പക്ഷെ അവിടുന്ന് അത് കളക്ട് ചെയ്ത് പോയി അത് സംസ്കരിക്കുന്ന കേന്ദ്രങ്ങളിൽ എത്തിച്ച് സംസ്കരിക്കുന്ന പദ്ധതികളും പരിപാടികളും ഒക്കെ നമുക്കുണ്ടാകും. ഹരിതകർമ്മസേന കാര്യത്തിൽ ഫലപ്രദമായ വലിയ ഇടപെടൽ പഞ്ചായത്തിൻ്റെ നേതൃത്വം ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർക്ക് താങ്ങും തണലും ഉണ്ടാവേണ്ട ഒരു സമയമാണ് വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവിടെ നമ്മുടെ ഒരു വലിയ ഒരു ബാധ്യതയാണ്.
അച്ഛനെയും നമ്മുടെ അമ്മയെയും അതുപോലെ നമ്മുടെ സമൂഹത്തിലുള്ള മുതിർന്ന ആളുകളെയും സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. ചില സ്ഥലങ്ങളിൽ ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കാരണവന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷിതമായി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് വിപുലമായ രീതിയിൽ ഉണ്ടാകേണ്ട സാധ്യതകൾ ഇനി വളർന്നു വരുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകിൽ വയോജനങ്ങളെ കൃത്യമായിട്ട് ഒരു കൂരയുടെ കീഴിൽ സുരക്ഷിതവും സൗകര്യപ്രദവും കംഫർട്ടബിളുമായിട്ടുള്ള ഒരു കൂരയുടെ കീഴിൽ കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ വികസന സെമിനാറാണ് ഇന്നിവിടെ നടക്കുന്നത്. കൂട്ടായ യത്നത്തിലൂടെ ഗ്രാമസഭകൾ കൂടാനും ജനപങ്കാളിത്തത്തോടെ പദ്ധതികൾ ആവിഷ്കരിക്കാനും ജനകീയ ആസൂത്രണ പദ്ധതിയുടെ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കി 14 പഞ്ചവത്സര പദ്ധതിയുടെ അവസാന പാദത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. ഓരോ പ്രദേശത്തിൻ്റെയും വികസനം ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റുകൾ വയ്ക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പദ്ധതി ആസൂത്രണത്തിൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു. ത്രിതല പഞ്ചായത്തുകളോട് ചേർന്ന് നിന്നുകൊണ്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. കാർഷിക മേഖല, ക്ഷീരമേഖല, മൃഗസംരക്ഷണം, വിദ്യാഭ്യാസം, ആരോഗ്യം, ശുചിത്വം, വനിതാ വികസനം, SC/ST മേഖലകൾ, ഭിന്നശേഷി, വയോജനങ്ങൾ, ജെൻഡർ, അങ്ങനെ പുതിയ പ്രൊജക്റ്റുകളായ ക്യാൻസർ സ്ക്രീനിങ് നമ്മൾ വെച്ചിട്ടുണ്ട്. വനിതകൾക്ക് ഫിറ്റ്നസ് സെൻ്ററും അതിർവേലി സെൻ്റർ ഫിറ്റ്നസ് സെൻ്ററാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാ കുട്ടികൾക്ക് സ്വതന്ത്രമായി കളിക്കാനും ഉല്ലസിക്കാനും കളിസ്ഥലം നമ്മൾ വാങ്ങുന്നുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരോ കളികളിൽ ഏർപ്പെടുത്താൻ നമ്മൾ അവർക്ക് അവസരം ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ ഒട്ടേറെ മൂല്യ പ്രൊജക്റ്റുകൾ പഞ്ചായത്ത് മുൻനിർത്തി ചെയ്യുന്നു. ഈ പഞ്ചായത്തിൻ്റെ 2025-26 വർഷത്തെ കരട് പദ്ധതി രേഖ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സാധാരണ വിഹിതം 2,64,04,000 രൂപ. ധനകാര്യ കമ്മീഷൻ അവാർഡ് അടിസ്ഥാന ഗ്രാൻഡാണ് 68,24,878 രൂപ. ആകെ 4,81,84,577 രൂപ. വർഗ ഉപപദ്ധതി 1,00,000 രൂപ. 25-26 വാർഷിക പദ്ധതിക്ക് മെയിൻ്റെനൻസ് ഫണ്ട് ഇനത്തിൽ ലഭ്യമാകുന്ന തുക. റോഡ് ഇതരം 53,51,000 രൂപ. റോഡ് 2,96,21,000 രൂപ. 2025-26 ആകെ പദ്ധതികൾ 215. SCP പ്രത്യേക ഘടക പദ്ധതി 16. TSP പ്രത്യേക ഘടക പദ്ധതി 5. വനിതകളുടെ ഉന്നമനത്തിനായി 13 പദ്ധതികൾ. വയോജന ഉന്നമനത്തിനായി 7. ഭിന്നശേഷി ഉന്നമനത്തിനായി 4. കുട്ടികൾക്കുള്ള ഉന്നമനത്തിനായി 8. 2024-25 പദ്ധതി അവലോകനം. ആകെ പദ്ധതികൾ 265. സ്പിൽ ഓവർ 118. ന്യൂ 147. പൂർത്തിയായവ 87. പ്ലാൻ ഫണ്ട് 42.08%. മെയിൻ്റെനൻസ് ഫണ്ട് 56.02%. ഈ പദ്ധതി രേഖ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തരാനുണ്ട്. അതുകൂടെ നൽകിയതിന് ശേഷം മാത്രമേ നമുക്ക് അന്തിമ കരട് പദ്ധതി തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ 19 വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നേറാം, കൈകോർത്ത് മുന്നേറാം. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഈ വികസന സെമിനാറിലെ എല്ലാവരും എത്തിച്ചേരും ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇത് വിജയിപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ കുഞ്ഞു വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഈ വികസന സെമിനാറിൽ അധ്യക്ഷ
ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ ശ്രീമതി സ്മിത എൻ ബി വളരെ വൈഡായിട്ട് തന്നെ നിങ്ങളോട് ഓരോ പദ്ധതിയെക്കുറിച്ചും ഓരോ മേഖലയെക്കുറിച്ചും തന്നെ സംസാരിച്ചിട്ടുണ്ട്. തുടർന്ന് വന്ന ഉദ്ഘാടക പ്രസംഗനും മുഖ്യപ്രഭാഷണം നടത്തിയ പുത്തൻകാലയും എല്ലാ വിവരങ്ങളും നിങ്ങളോട് സംവേദിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എപ്പോഴും ഏറ്റവും അടുത്തവരുടെ വികസനം നടക്കുമ്പോൾ ജനങ്ങളോട് കൂടി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വികസന സെമിനാറിൻ്റെ കരടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓരോ പദ്ധതികളും ഓരോ പ്രോജക്റ്റുകളും ഓരോ മേഖലകളും നിങ്ങളുടെ കയ്യൊപ്പോടുകൂടി തന്നെയാണ് ഇതിനകത്ത് നടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തിരുത്തലും ഉണ്ടാകുമ്പോൾ അതും നിങ്ങളുടെ അടയാളപ്പെടുത്തലോടുകൂടി മാത്രമേ നടക്കുകയുള്ളൂ. അത്രയ്ക്കും ആഴത്തിലാണ് ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ പദ്ധതികളും ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. എന്നിരുന്നാലും എന്നെ കുറച്ചുകൂടി അടുപ്പിച്ചത് വയോജനങ്ങളുടെ പദ്ധതികളാണ്. കാരണം നമുക്കറിയാം വയോജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും ഇപ്പം അടുത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നം നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചതായിരിക്കും, അത് നോക്കി കണ്ടവരുമായിരിക്കും. അതുകൊണ്ട് തന്നെ വയോജനങ്ങളെ എപ്പോഴും ഒരു കരുതലായി കാവലായി കൂടെ നിർത്താൻ ഈ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനാർഹമാണ്. തീർച്ചയായും മറ്റുള്ള പദ്ധതികളെല്ലാം തന്നെ നല്ല രീതിയിൽ വിലയിരുത്തപ്പെട്ടിരിക്കുന്നു. ഇനിയും നിങ്ങളുടെ വിലയിരുത്തലിന് വേണ്ടിയാണ് പ്രസിഡന്റ് ഇവിടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വികസന സെമിനാറിന് ഓരോരുത്തർക്കും എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അധ്യക്ഷ പ്രസംഗം വളരെ വിശദമായി തന്നെ കടുത്തുരുത്തി പഞ്ചായത്തിൻ്റെ സമസ്ത മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ എടുത്തു പറയത്തപ്പെട്ട ശിശുക്ഷേമവും വയോജന ക്ലബ്ബുകളും ആരോഗ്യ മേഖലയും കാർഷിക മേഖലയും എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു പദ്ധതിക്കാണ് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിന് ഇവരെ വളരെയധികം അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം, ഇവിടെ ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടുകൂടി നടത്തപ്പെടുന്ന പദ്ധതികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ടുകൾ അതാത് പ്രദേശങ്ങളിൽ വിനിയോഗിക്കാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ആയാലും ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി ആയാലും പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ നമുക്കറിയാം, ഏറ്റവും എടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ ഗ്രാമീണ ടൂറിസങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടുകൂടി കൂടുതൽ തൊഴിലവസരവും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന എന്നൊരു ലക്ഷ്യത്തോടു കൂടി സർക്കാരുകൾ തന്നെ പല പദ്ധതികളുമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, എഴുമാതുരത്ത് ടൂറിസം ഫെസ്റ്റ് എന്ന് പറഞ്ഞ് 3-4 വർഷമായി വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ കാന്താരിക്കടത്തിലും വേണ്ട ടൂറിസം പദ്ധതികൾക്ക് വേണ്ടുള്ള പദ്ധതികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ത്രിതല പഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അതിനായി ഒരു 5 ലക്ഷം രൂപ ആ പദ്ധതിയിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വികസന സെമിനാറിൽ അതിനായി നീക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ കഴിഞ്ഞ 2024 ടൂറിസം വകുപ്പ് മന്ത്രിക്ക് ഒരു പ്രപ്പോസൽ കൊടുക്കുകയും കാന്താരിക്കടത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഒരു പ്രപ്പോസൽ കൊടുത്ത് അത് ടൂറിസം മന്ത്രി ടൂറിസം ഡയറക്ടർക്ക് അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളായിട്ടുണ്ട്. DTPCക്ക് അറിയിപ്പ് കൊടുത്തിട്ട് DTPCയുടെ ഒന്ന് സൈറ്റ് വന്ന് കാണുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് എത്രയും പെട്ടെന്ന് നടത്തുവാനായിട്ടുള്ള പ്രവർത്തനങ്ങളായി മുൻപോട്ട് പോകുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ മേഖല നമുക്കറിയാം, ഇവിടെ അധ്യക്ഷ പ്രസംഗയും ഉദ്ഘാടകയും പറഞ്ഞു സമഗ്രമായ ഒരു വികസന പ്രവർത്തനമാണ് ആരോഗ്യ മേഖലയ്ക്ക് നടത്തുന്നത്. എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ വളരെ തന്മയത്വത്തോടുകൂടി ത്രിതല പഞ്ചായത്തുകളുടെ സാന്നിധ്യത്തോടുകൂടി നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് അതാത് വാർഡുകളിൽ മതിയായ അത്രയ്ക്കും അധികം ഫണ്ട് ഇല്ലെങ്കിൽ പോലും കിട്ടുന്ന ഫണ്ടുകൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ കരടിനായിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് എനിക്കൊരു നിർദ്ദേശമുള്ളത്, നമ്മുടെ മൃഗാശുപത്രി പഞ്ചായത്തിൻ്റെ കീഴിലാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ ഒരു 10 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ലാബറട്ടറി സൗകര്യത്തോടു കൂടിയുള്ള കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടുത്തെ ഒരു ബോർഡിൽ ലാബറട്ടറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്.
എന്നാൽ ആ ഒരു സൗകര്യം പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ലാബറട്ടറി സൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാൻ മൃഗാശുപത്രി ലാബറട്ടറി എന്തിനാണ്. എന്നാലിപ്പം ഈ പട്ടി പൂച്ച അതുപോലെയുള്ള മൃഗങ്ങളെ വളർത്തുന്നവർക്ക് ഇപ്പോൾ ഒരു ആവശ്യം വന്ന ഫംഗസ് അതുപോലെ തന്നെ ബ്രീഡിങ് കാര്യങ്ങൾക്കായിട്ട് ലാബറട്ടറി ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാനും ഒരു ഡോഗ് ബ്രീഡറാണ്. അപ്പോൾ ഞാൻ കോട്ടയത്തും അതിരമ്പുഴയിലും തൃപ്പൂണിത്തുറയിലും ഒക്കെ വളരെ ചിലവ് ഏറിയ ലാബറട്ടറി ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും പോകാറുണ്ട്. അപ്പോൾ സർക്കാർ സ്ഥാപനമായ ഈ കടുത്തുരുത്തി ബ്ലോക്കിൽ അങ്ങനൊരു തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കോട്ടയത്ത് കൊണ്ടുപോകുന്നവർക്കും അതിരപ്പുഴ കൊണ്ടുപോകുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ അത് പഞ്ചായത്തിനെ കൊണ്ട് താങ്ങാൻ പറ്റി, അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ എല്ലാവരും പോയി. അപ്പോൾ ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും കൂടെ സഹകരിച്ചുകൊണ്ട്, കാരണം അതിന് ലാബറട്ടറി ടെക്നീഷ്യൻ വേണം, അതിനുള്ള മെഷീനുകൾ വേണം, അവർക്ക് ശമ്പളം കൊടുക്കണം, അങ്ങനെയുള്ള ചിലവുകളൊക്കെ വരും. അപ്പോൾ അതെല്ലാം കണക്കാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സംഭവം കടുത്തുരുത്തി മൃഗാശുപത്രിയിൽ തുടങ്ങിക്കഴിഞ്ഞെന്നാൽ ഈ നാട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നൊരു നിർദ്ദേശമാണ്. എനിക്ക് 2-3 നിർദ്ദേശങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ നെൽപ്പാടങ്ങൾക്ക് സ്ഥിരമായി നൽകിക്കൊണ്ടിരിക്കുന്ന നെൽവിത്ത്, സൗജന്യ വിൽക്കത്ത് പക്ഷേ ഈ കടിരകളില്ല. അത് നിശ്ചയിക്കപ്പെടുന്നതായിരിക്കും, കൂട്ടിച്ചേർക്കണമെന്ന് അഭിപ്രായം പറയാനുള്ളത്. കാരണം എല്ലാ വർഷവും തന്നുകൊണ്ടിരിക്കുന്ന നെൽവിത്ത്, സൗജന്യ നെൽവിത്ത് ഈ കടിരകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഉൾപ്പെടുത്തുക. പിന്നെ അതിനുള്ളത് SC/ST വെച്ചിരിക്കുന്ന ചെലവ്, കൂലിച്ചെലവ്, ഇതിന് മുൻകാലങ്ങളിൽ ഒരു 3 വർഷം മുമ്പ് ജനറലിനും തന്നുകൊണ്ടിരുന്നതാണ്. അതിനിവിടെ 1 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി ഫണ്ടിൽ ചിലവാക്കിയിരിക്കുന്നത്. അത് 1 ലക്ഷം അപര്യാപ്തമാണ്. ഈ SC/STയുടെ കൂടെ ജനറലിനും ഭാഗവർക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ്. കാരണം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ ജില്ലാ പഞ്ചായത്തിൻ്റെയോ ഫണ്ട് ഉപയോഗിച്ച്, കാരണം നിങ്ങൾക്കറിയാം ഈ ഇന്നത്തെ കാലത്ത് കൂലിച്ചെലവ് ഭാരിച്ചതാണ്. ജനറലായിട്ട് SC കൊടുക്കുന്ന പോലെ ജനറലിനും തരിക. പിന്നെ ഇവിടെ എഴുമാത്തൂരത്തെ ടൂറിസ്റ്റിന് വേണ്ടി 2,60,60,000 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഫാം ടൂറിസം എന്ന ഒരാശയത്തോടെ ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ സീസണിൽ ഫാം ടൂറിസം നടപ്പാക്കാൻ മന്നാറ് കാന്താരിക്കടവ് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫണ്ടും അതിനും അനുവദിക്കണം. കാരണം ഹൈമാസ് ലൈറ്റ് പോലുള്ള അതുപോലെ തന്നെ ടോയ്ലറ്റ് പോലുള്ള അനുഭവങ്ങൾക്ക് അതിനും അനുവദിക്കണമെന്ന് 2-3 നിർദ്ദേശങ്ങളാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ കർഷകർക്ക് കൊടുക്കുന്ന സബ്സിഡി, അതായത് ഉൽപ്പാദന ബോണസ്, അത് ഏത് ഫണ്ടിൽ നിന്നാണ് എനിക്കൊന്ന് ഇതിൻ്റെ ഫണ്ടിൽ നിന്നാണ് അതിൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കുക. 3 നിർദ്ദേശങ്ങളാണ് എനിക്കറിയാവുന്നത്. ഓക്കെ, താങ്ക് യു. 3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ ആമുഖത്തെക്കുറിച്ച് നന്നായി തന്നെ സംസാരിച്ചിരുന്നത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. മിക്കവാറും എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തുകൊണ്ടാണ് ആമുഖം എഴുതിയിട്ടുള്ളത്. ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് കാലങ്ങളായി ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളിൽ വന്ന് പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ വനിതകളെക്കുറിച്ച് പ്രത്യേകമായി പ്രോജക്റ്റ് ഉണ്ട്, കുട്ടികൾക്ക് പ്രത്യേക പ്രോജക്റ്റ് ഉണ്ട്, വയോജനങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഞാനൊരു വയോജനമായതുകൊണ്ട് പ്രത്യേകമായി വയോജനങ്ങൾക്ക് പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ വളരെ സന്തോഷം. അതൊരു പ്രത്യേക പേജിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ അത്യാവശ്യമാണ്. എല്ലാ വാർഡിൽ നിന്നും വയോജന സംഘങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സ്വയം തൊഴിൽ പഠനത്തിന് വേണ്ടി പണം അലോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. ഭിന്നശേഷി കുട്ടികളെക്കുറിച്ച് നമ്മൾ പറയും, പക്ഷേ അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ആ വൈഷമ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. തീർച്ചയായിട്ടും ആ മാതാപിതാക്കളെ കൂടി നമ്മൾ കണക്കാക്കേണ്ടതാണ്. കടുത്തുരുത്തി പഞ്ചായത്ത് അവരെയും കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ 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 സന്തോഷം. ഇനി ഇതിൽ കുറച്ച് സൗഹൃദങ്ങൾ, ബാലസൗഹൃദം, സ്ത്രീ സൗഹൃദം, വയോജന സൗഹൃദം എല്ലാം പറഞ്ഞ് ഒരു പിടി പ്രോജക്റ്റുകളുണ്ട്. ഒരു അത്യാവശ്യം ഞാൻ പറഞ്ഞുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കടുത്തുരുത്തിയിൽ ഒരു വെള്ളക്കെട്ട് പ്രശ്നമുള്ള സ്ഥലമാണ്, എല്ലാ സ്ഥലങ്ങളും പോലെയല്ല. അതുകൊണ്ടൊരു വെള്ളക്കെട്ട് സൗഹൃദം എന്ന പേരിൽ ഒരു പ്രോജക്റ്റ് വെക്കുന്നത് നന്നായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷം ചുള്ളിത്തോട് ആഴം കൂട്ടുന്നതിന് 5 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ഈ തോടുകൂടി പഞ്ചായത്ത് നേതൃത്വത്തിൽ ഒന്ന് ആഴം കൂട്ടിയാൽ അത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഞാനതിന് പെട്ടെന്നൊരു പേരിട്ടതാണ് വെള്ളക്കെട്ട് സൗഹൃദം. ഈ വെള്ളക്കെട്ടിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. നമ്മുടെ സംസാരിച്ച പ്രമോദും ഇവിടുത്തെ പാടശേഖര സമിതിയുടെ പ്രസിഡന്റും അവിടെ ഇത്തിരി കൃഷിയുള്ള ഞാനും ഒക്കെ അനുഭവിക്കുന്നതാണ്. കഴിയുമെങ്കിൽ മറ്റു പഞ്ചായത്തുകൾ ചേർത്ത് വെച്ചുകൊണ്ട് കടുത്തുരുത്തി പഞ്ചായത്ത് മുൻകൈയെടുത്ത് ആ
വെള്ളക്കെട്ട് സൗഹൃദം എന്നുള്ള ഒരു സംഗതി വെച്ചാൽ കൊള്ളാം. വെള്ളക്കെട്ട് സൗഹൃദം എന്ന് ഞാൻ പറഞ്ഞത് തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ, അത് ചെയ്യേണ്ടതാണ്. ഇവിടെ കോളേജ് സ്റ്റുഡൻസിനെ വിളിച്ചിട്ടുണ്ട് എന്ന് ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയുണ്ടായി. ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ചിന്ത. കോളേജ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റുഡൻറ്റുമായിട്ട് ഞാൻ പരിചയപ്പെട്ടായിരുന്നു. ആ സ്റ്റുഡൻ്റ് ഉണ്ടോ അതോ പോയോ? ആ സ്റ്റുഡൻ്റ് ഒന്ന് എഴുന്നേറ്റ് തന്നെ. അദ്ദേഹം സാമാന്യേന നല്ല ഒരു വിഷയത്തിൽ പഠിക്കുന്ന PG പഠിക്കുന്ന ആളാണ്. ഇവിടെ ഇതിനൊരു കാരണം കൂടിയുണ്ട്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഹസ്ബൻഡ് അവിടുത്തെ ഒരു അധ്യാപകനാണ്. ഇന്നാണ് അദ്ദേഹവുമായിട്ട് പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചത്. ഈ കുട്ടിക്ക് ഒരു പ്രബന്ധം അവതരിപ്പിക്കാനുള്ള ഒരു നല്ല വിഷയം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു വാക്കും കൊടുത്തിട്ടുണ്ട്. അവനത് വാക്ക് തന്നിട്ടുണ്ട്, അത് ചെയ്യാമെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുവാൻ ഈ വികസന സെമിനാറിന് സാധിച്ചു എന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. പഞ്ചായത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പഞ്ചായത്ത് ഈ പരിപാടികളെല്ലാം ഇത്രമാത്രം ഭംഗിയായി ഉണ്ടാക്കിയ ഇവിടെ ഒരു സമിതിയുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആളുകളുണ്ട്. അവർക്കെല്ലാം കൂടി ചേർന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും അവരുടെ വിദ്യാഭ്യാസവും അവർ ചെയ്തിട്ടുള്ള സോഷ്യൽ വർക്കിൻ്റെ ഭാഗവുമായി ഇതിൽ ചേർക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇതിൽ പറഞ്ഞുള്ള പ്രോജക്റ്റുകൾ ഭംഗിയായി നടത്തുവാൻ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന് ബ്ലോക്ക് പഞ്ചായത്തിനോട് ചേർന്ന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത് ഒരു സ്ത്രീ സൗഹൃദ, വയോജന സൗഹൃദ, അതുപോലെ തന്നെ ശിശു സൗഹൃദ, തരിശ് രഹിത സൗഹൃദ, വെള്ളക്കെട്ട് ഇല്ലാത്ത സൗഹൃദ പഞ്ചായത്തായിട്ട് മാറുമ്പോൾ അത് ഒരു സ്വർഗ ഭൂമിക്ക് തുല്യമായിട്ട് വരികയല്ലേ. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ സമഗ്രമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മുടെ ഈ പദ്ധതികൾക്ക് ആവിഷ്കാരം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ചേർന്ന് നല്ലൊരു കോർഡിനേഷനിലൂടെ പോകുന്ന കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഈ പദ്ധതികൾ ഉടനീളം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. എനിക്കൊരു ആശങ്കയുള്ള കാര്യം 24-25 കാലയളവിലെ നമ്മുടെ പദ്ധതികളിൽ 118 എണ്ണം സ്പിൽ ഓവറായിട്ടിരിക്കുകയാണ്. 147 എണ്ണം പുതിയ പ്രൊജക്റ്റുകളായിട്ട് വന്നിട്ടുണ്ട്, 265 എണ്ണം. ഇപ്പോൾ നമ്മുടെ ഈ റിപ്പോർട്ടിൽ 42.08% നമ്മൾ പൂർത്തീകരിച്ചതും 56 പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. അത് നല്ല നിലയിലേക്ക് പൂർത്തീകരിക്കണമെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് കണ്ടതുപോലെ തന്നെ ഒരു ടീം വർക്ക്, ഉദ്യോഗസ്ഥന്മാരുടെ അടക്കം നല്ലൊരു ടീം വർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ആ ടീം വർക്കിലൂടെ നമ്മുടെ ഈ വർക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിന് സമഗ്രമായിട്ടുള്ളൊരു പുരോഗതിയിലേക്ക് പോകാൻ കഴിയും. ഇവിടെ വെച്ച പദ്ധതിക്കകത്ത്, ക്ഷീരഗ്രാമം പദ്ധതിക്കകത്ത് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ ഏതാണ്ട് 18,80,000 രൂപയോളം ഈ പാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾക്ക്, അതിൻ്റെ പുല്ലിന് കാലിത്തീറ്റ സബ്സിഡി, തീറ്റപ്പുല്ല് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ നാനാതരത്തിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പഞ്ചായത്തിലെ ക്ഷീരസംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒന്ന് വിലയിരുത്തണം. ഇപ്പോൾ തൊട്ടടുത്ത് കടുത്തുരുത്തിയിലെ സംഘം ഏത് സമയത്ത് കൂട്ടുന്ന സ്ഥിതിയിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ നിന്നപ്പോൾ 5 കൃഷിക്കാർ മാത്രമാണ് അവിടെ പാലിളക്കുന്നത്. സാറിൻ്റെ തൊട്ടടുത്ത് 5 കൃഷിക്കാർ പാലിളക്കുന്നിടത്ത് ഏതാണ്ട് 10-25 ലിറ്റർ പാല് മാത്രമാണ് അവിടെ അളക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും തുകകൾ ചെലവഴിക്കുമ്പോഴും നമ്മുടെ പഞ്ചായത്തിലെ ഈ ചെറിയ പട്ടണത്തിലെ കടകൾ കയറി പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രദേശങ്ങളിലെ പാല്, കവർ പാലുകൾ ഈ കടകളിലെല്ലാം വന്ന് കുവിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇപ്പോൾ മുട്ടിയറ സൊസൈറ്റി ഒരു ലിറ്റർ പാല് പോലും മിൽമയ്ക്ക് കൊടുക്കുന്നില്ല. അവിടെ കളക്ട് ചെയ്യുന്ന കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് ശേഖരിക്കുന്ന പാല് അവിടെ തന്നെ അവർ കവറിലാക്കി അവിടെ തന്നെ അത് വിറ്റഴിക്കുക. ഡിഫൻസ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ആശയവിനിമയം നടത്തി കഴിഞ്ഞപ്പോൾ നിലവിലുള്ള പദ്ധതി അനുസരിച്ച് 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത്തരം കാര്യങ്ങൾക്ക് നീക്കിവയ്ക്കാനായിട്ട് കഴിയുന്നുള്ളൂ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ കാലഘട്ടത്തിൽ, ഈ ആഗോളവൽക്കരണത്തിലേക്ക് കാലഘട്ടത്തിൽ
വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലേക്കുള്ള കായികക്ഷമത അവർ ശരിക്കും അറിഞ്ഞു തന്നെ പോകേണ്ടതാണ്. നമ്മുടെ കുട്ടികൾക്ക് വേറൊരു വാർത്തകൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് സെൽഫ് ഡിഫെൻസിന് നമുക്ക് എങ്ങനെ അവർക്ക് അതിനുള്ളൊരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ പിന്നെ ഞാൻ കണ്ടത് ഈ പഞ്ചായത്തിൻ്റെ തന്നെ സ്ഥലത്താണ് നമ്മുടെ സേവിങ് കളരി പ്രവർത്തിക്കുന്നത്. എത്രയോ വർഷമായിട്ട് നമ്മുടെ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ആശാന്റെ കളരി, ആ കളരിയുടെ സേവനം നമ്മുടെ പഞ്ചായത്തിന് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ വരെ ബലാത്കാരം ചെയ്യുന്ന തരത്തിലേക്കുള്ള സാഹചര്യം നമ്മൾ വാർത്തയിലൂടെ വായിച്ചു. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്കടക്കം ഈ സേവിങ് കളരിയുടെ കൂടി പ്രയോജനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൽഫ് ഡിഫെൻസ് കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സാഹചര്യം. ഒന്നാമത്തേത്, കഴിഞ്ഞ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലൊരു പൊതു ശ്മശാനം എന്നൊരാവശ്യം ഉയർന്നു വരികയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ 3ാം വാർഡിൽ അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ പലവിധ കാരണങ്ങൾ തുടർന്ന് നടത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകളെല്ലാം ഈ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടക്കുമ്പോൾ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ ഇത് ഇപ്പോഴും അന്യമായി നിൽക്കുന്നത് ഇത്തവണയെങ്കിലും പരിഹരിക്കണം, അതിനുവേണ്ടി പ്രത്യേകമായൊരു പരിഗണന നൽകണം എന്നാണ് ആദ്യമായി ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമത്, ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവവുമായി ബന്ധപ്പെട്ടാണ് പറയാനുള്ളത്. നമ്മുടെ ഇവിടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചെല്ലാം വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മധുരവേലിയിലെ ഹോസ്പിറ്റൽ, അർദ്ധോറ്റുമംഗലം ഹോസ്പിറ്റൽ, തലയോലപ്പറമ്പ്, ഈ കാര്യങ്ങളെല്ലാം വളരെ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ അത്യാസന്നമായ നിലയിൽ അല്ലെങ്കിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ മരണം ഒന്ന് സ്ഥിരീകരിക്കുന്നതിനായിട്ടുള്ള ഒരു സംവിധാനവും നമ്മുടെ നാട്ടിലില്ല. കാരണം ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ ആഴ്ച ഒരാൾ മരണപ്പെട്ടു. രാവിലെ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന് അനക്കമില്ല. ഞാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തമ്മ ചേച്ചി, ഞങ്ങൾ പല നാട്ടിലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ ഒരു ഡോക്ടറെ അന്വേഷിച്ച് പല തരത്തിലും അന്വേഷണം നടത്തി. പക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒരു ഡോക്ടറെ അദ്ദേഹത്തിൻ്റെ ആ മരണമൊന്ന് സ്ഥിരീകരിക്കുവാൻ വേണ്ടി എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, നമ്മുടെ AKG ആശുപത്രി കണ്ണൂരിൽ ഒരു രോഗിയെ കൊണ്ടുപോയി മോർച്ചറിയിലാക്കി, മരിച്ചു എന്ന് തിട്ടപ്പെടുത്തി മോർച്ചറിയിലാക്കിയതിന് ശേഷം ആ മനുഷ്യൻ പിന്നീട് ജീവനോടുകൂടി തിരിച്ചു വന്നു. അപ്പം അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിർദ്ദേശം ഒന്ന് വെച്ചത്. അതിനുവേണ്ടി ഒരു നിർദ്ദേശമായിട്ട് വയ്ക്കാനുള്ളത്, കടുത്തുരുത്തിയിൽ ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുണ്ട്. കടുത്തുരുത്തി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഡോക്ടർമാരും ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണം സംഭവിച്ചാൽ ആ ഹോസ്പിറ്റലുമായി നമ്മൾ ലിങ്ക് ചെയ്തുകൊണ്ട്, കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ലിങ്ക് ചെയ്ത് അതിനുവേണ്ടി പ്രത്യേകമായ ഫണ്ട് കണ്ടെത്തി അനുവദിച്ചാൽ ഇതുപോലുള്ള കേസുകൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൊണ്ടുവന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയും. ഇങ്ങനെയൊരു നിർദ്ദേശം കൂടി, ഈ 2 നിർദ്ദേശമാണ് ഇവിടെ വയ്ക്കാറുള്ളത്. അവസാന ലാപ്പിലേക്ക് കിടക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും. ഞാൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നെൽകൃഷി വിത്തുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി പറഞ്ഞു, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് വിട്ട് ടൈപ്പിംഗ് എററാന്ന് മനസ്സിലായി, എന്നാലും സൂചിപ്പിച്ചതേ ഉള്ളൂ. പിന്നെ നമ്മുടെ പച്ചക്കറി കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ പരിഗണന കൊടുത്താൽ നന്നായിരുന്നു. അതും വിട്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നു. പച്ചക്കറി കൃഷി അതെ ഇല്ല, ഇതിൻ്റെ അകത്ത് വാഴയും അതുപോലെ തന്നെ കപ്പയും വന്നിട്ടുണ്ട്, പച്ചക്കറി വന്നിട്ടില്ല. പച്ചക്കറി ഉണ്ട്, ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കേടുവന്ന തെങ്ങ് മുറിച്ച് മാറ്റി പുതിയ തെങ്ങിൻ തൈ വെക്കുന്ന ഒരു പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു ചെറിയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് വളരെ കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു തെങ്ങിന് കൊടുക്കാൻ പറ്റുന്ന 1000 രൂപയാണ്. അപ്പോൾ മൊത്തം എടുക്കുമ്പോൾ ഒരു 100 തെങ്ങേ വരത്തുള്ളൂ, അത് കുറവാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ പാടശേഖരങ്ങളിൽ പോളയുടെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. നല്ല രീതിയിൽ അപ്പോൾ ജലസേചനം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് അഗ്രോ സർവീസ് സെൻ്ററൊക്കെ ഉൾപ്പെടെ അവരെ കൊണ്ടൊക്കെ ചെയ്യിച്ചിട്ട്, അതായത് നമുക്ക് 50% സബ്സിഡി കൊടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പാടശേഖരങ്ങൾക്ക് പമ്പ്, സ്പ്രെയർ അതുപോലെയുള്ള വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ എമൗണ്ട് വെക്കുവാണെങ്കിൽ അത്യാവശ്യക്കാർക്ക് അതൊരു ഉപകാരമാകും. പാടശേഖരത്തിൻ്റെ കാര്യം പറഞ്ഞു. അവിടെ
ഒരു ട്രാൻസ്ഫോർമർ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഈ വർഷം വകയിരുത്തിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പ്രോജക്റ്റായിട്ടാണ് വരുന്നത്. അത് നമ്മളെ എല്ലാവരും ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അതൊരു പരിഹാരമാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മനക്കത്താഴം പാടശേഖരത്തിന് ഒരു ട്രാൻസ്ഫോർമർ അപ്ഗ്രഡേഷൻ ഉണ്ട്. അത് നമ്മുടെ ബ്ലോക്കോ ജില്ലയോ ആരെങ്കിലും അതുപോലെ തന്നെ പഞ്ചായത്തോ ഒന്നും ഇടപെടുകയാണെങ്കിൽ നന്നായിരുന്നു. ഇടപെടലെന്ന് ഉദ്ദേശിച്ച പ്രോജക്റ്റായിട്ടോ അല്ലാതെയോ. ആകെ 5 സ്കൂളുകളാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നമുക്കുള്ളത്, ഗവൺമെൻറ് സ്കൂളുകൾ. അതിൽ നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പിൽ കുറച്ച് പ്രൊജക്റ്റ് വെച്ചിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ടും ഇവിടെ വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഇരിക്കുന്ന HMമാർക്കൊരു ആശങ്ക. കാരണം സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനം വളരെ പ്രധാനമായ ഒരു കാര്യമായതുകൊണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കൂളുകൾക്ക് ആവശ്യമായ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് തുടങ്ങിയ സാധനങ്ങളുടെ ആവശ്യം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ അതൊന്ന് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. പിന്നെ അതുകൂടാതെ ചർച്ചകൾ, വിമർശനങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. നല്ല നിർദ്ദേശങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. ഈ ലാബ് തുടങ്ങുക എന്ന് പറയുന്നത് ചേട്ടനും അറിയാം, ബ്രീഡറാണ്. അപ്പോൾ ഒരു ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതം കിട്ടി തന്നെ അതിനുവേണ്ടി നമ്മൾ അവരോട് കൂടെ ആവശ്യപ്പെടാം, നമ്മുടെ പ്രാദേശിക സർക്കാർ എന്നുള്ള രീതിയിൽ. പിന്നെ അതുപോലെ സബ് സെൻ്റർ തുടങ്ങുന്നതിന് നമുക്ക് സ്ഥലം ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ആലോചിച്ച് അവരുമായിട്ട് തന്നെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ജലശേഖരൻ പറഞ്ഞ നെൽവിത്ത് എൻ്റെ SCക്ക് കൊടുക്കുന്ന ആ സഹായം നമ്മുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ചാണെങ്കിലും കൂടുതൽ ഒരു ചിലവ് അത് നമുക്ക് തരാനായിട്ട് സാധിക്കും. പിന്നെ കൃഷി ഓഫീസർ ആവശ്യപ്പെട്ട എല്ലാ പ്രോജക്റ്റുകളും നമ്മൾക്ക് ഈ പ്രോജക്റ്റുകൾ ചിലത് വിട്ടുപോയിട്ടുണ്ട്. കാരണം അത് പെട്ടെന്ന് തയ്യാറാക്കേണ്ടി വന്നതിൻ്റെ ഒരു ഇതുകൊണ്ട് പിന്നെ പച്ചക്കറിയുടെ ഒരു ചിലവ് ഉൾപ്പെടെയുള്ളത്. പിന്നെ ഇവിടെ ഇതിന് താഴെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ സിവിൽ സ്റ്റേഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്ഥലം വിട്ടുകൊടുത്തത് ഒരു 2 സെൻറ്റുള്ള സ്ഥലം നമ്മുടെ പഞ്ചായത്തിന് വിട്ടുകൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു നില പഞ്ചായത്ത്. പിന്നെ ഈ ഒരു ഫ്ലോറ്, ഈ ഒരു ഓഡിറ്റോറിയം പൂർണ്ണ അധികാരത്തോടു കൂടി നമ്മൾക്ക് കൈമാറേണ്ടതാണ്. കൈമാറി കിട്ടിയിട്ടില്ല. ഇപ്പോൾ എല്ലാവരും പാടശേഖരത്തിൻ്റെ ഒക്കെ പറയുമ്പോൾ ഞങ്ങൾ പറയുന്ന തടസ്സം ആസ്തിയിലില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് കൈമാറി കിട്ടാതെ നമുക്കിവിടെ ഫണ്ട് വയ്ക്കാൻ പറ്റില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം എന്നിട്ടും 6 ലക്ഷം രൂപ ഈ റോഡിൻ്റെ റിനോവേഷന് വേണ്ടി വെച്ചിരുന്നു. പക്ഷെ അത് അനുമതി കിട്ടുമെന്ന് വിചാരിച്ചാണ്. ആ പ്രോജക്റ്റ് കാലയളവിൽ കിട്ടിയില്ല. അങ്ങനെയാണ് ഇവിടെ നമുക്ക് കൂടുതൽ സൗകര്യം. ഇപ്പോൾ ഒരു എക്കോയുടെ പ്രശ്നമുണ്ട്. നമ്മളത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർക്കിംഗ് ഗ്രൂപ്പ് മുതൽ. അപ്പോൾ എക്കോയുടെ പ്രശ്നമുണ്ട്. ഒരു ജനറേറ്റർ സ്ഥിരമായിട്ട് ഇവിടെ വെക്കേണ്ടതുണ്ട് എന്ന് പ്രായോഗികമായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് മീറ്റിങ്ങിൽ. സെബാസ്റ്റ്യൻ സാർ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. പാടശേഖര സമിതിയുടെ സോളാർ ലൈറ്റുകളെ കുറിച്ചും കൂടി നമ്മൾ ഫണ്ട് വെക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ സോളാർ ലൈറ്റ് സ്ഥാപിക്കാനായിട്ട് ഫണ്ട് വെച്ചിട്ടുണ്ട്. പാലിൻ്റെ കാര്യം വിനോദേട്ടൻ പറഞ്ഞു. വിനോദേട്ടൻ അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ കൂടെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് റീന ഹോട്ടല്. അവിടെ നമ്മൾ ഈ പാക്കറ്റ് പാലല്ല അവിടെ കൊടുക്കുന്നത്. നമ്മുടെ ക്ഷീരസംഘത്തിൽ നിന്ന് വാങ്ങിച്ച പാലാണ്. അതിവിടുത്തെ എല്ലാ വ്യാപാരികളും ഹോട്ടലും ഉൾപ്പെടെയുള്ള ചെറിയ ചായക്കട ഉൾപ്പെടെയുള്ളവർ അത്തരം ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നല്ല കാര്യമായിരിക്കും. അത് നമുക്കും നല്ലതാണ്. എവിടെ നിന്ന് വരുന്നതാണെന്ന് അറിയാത്ത പാല് കുടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷം തന്നെ മിൽക്ക് ATM സ്ഥാപിക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുള്ളത് ക്ഷീരസംഘങ്ങളെ അറിയിച്ചതാണ്. ഇവിടെ ടൗണിൽ ഏത് ക്ഷീരസംഘത്തിൻ്റെയാണെങ്കിലും മിൽക്ക് ATM വെക്കാം. നമുക്ക് പാത്രം കൊണ്ട് വന്ന് പ്ലാസ്റ്റിക്കിൻ്റെ അത് നമുക്ക് പിന്നെ വേണ്ടെന്ന് വയ്ക്കാം. പ്ലാസ്റ്റിക് ഉപയോഗം പാത്രം കൊണ്ടുപോകും, കുപ്പി കൊണ്ടുവന്ന് നമുക്ക് ശേഖരിച്ച് കൊണ്ടുപോകാം. അതിനുള്ള ഫണ്ട് ഞങ്ങൾ വെക്കാനായിട്ട് തയ്യാറാണ്. ഇനിയും റിവിഷൻ അവസരങ്ങളുണ്ടല്ലോ. ക്ഷീരസംഘമാണെങ്കിലും ATM വെക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളതിന് വേണ്ട സപ്പോർട്ട് ഇവിടുന്ന് കൊടുക്കുന്നതായിരിക്കും. പിന്നെ സാംസ്കാരിക നിലയം, അംഗനവാടി, സ്കൂള്, മാതൃ സ്കൂള് ഇതിൻ്റെ പണികൾ പൂർത്തിയാകാനുള്ള സാംസ്കാരിക നിലയത്തിൻ്റെ ഫണ്ട് ഞങ്ങൾ ഇവിടുന്ന് വെച്ചപ്പോൾ MLA ഫണ്ട് വെച്ചെന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മുടെ ഫണ്ട് കാരണം അല്ലെങ്കിൽ അത് എക്സ്പെൻഡിച്ചറിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് MLA ഫണ്ട് വെച്ചിട്ടാണെന്നാണ് അറിഞ്ഞത്. അത് പൂർത്തീകരണത്തിന് വേണ്ടി വീണ്ടും അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യാം. അംഗൻവാടിയുടെ ഇലക്ട്രിഫിക്കേഷൻ കൂടെ കഴിഞ്ഞാൽ അതും നമുക്ക് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാം. പിന്നെ സ്കൂളിൻ്റെ കാര്യം 1 കോടി രൂപ മുടക്കിയാണ് എഴുമാത്തൂർ സ്കൂളിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫണ്ടാണ്. അപ്പോൾ ഇനിയും ഒരു 30-35 ലക്ഷം രൂപയുണ്ടെങ്കിൽ പൂർത്തീകരണം നടക്കുകയുള്ളൂ. അത് നമ്മളുടെ ഇതിൽ വരുന്നതല്ല. എങ്കിൽ പോലും നമുക്ക് മറ്റ് ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മുടെ PTO ഉൾപ്പെടെയുള്ളവരുടെ
ഉപയോഗിച്ച് ഇറിഗേഷനുമായിട്ട് നമ്മൾ മീറ്റിംഗ് നടത്തി കഴിഞ്ഞ 2 പ്രാവശ്യം. ഇനിയും അവരുമായിട്ട് തന്നെ കൂടി ആലോചിച്ച് അതെ അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിന് പഞ്ചായത്ത് സഹകരിക്കുന്നതാണ്. വന്ന നിർദ്ദേശങ്ങളും സജഷനുകളും പിന്നെ കാന്താരി കടവ് ശുചീകരണത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കണമെന്ന് പ്രസിഡന്റിന്റെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പഞ്ചായത്തിന് അനുവദിക്കാവുന്ന ഒരു ഫണ്ട് അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യാം. കളിസ്ഥലത്തിന്റെ തുക നമ്മൾ വെച്ചിരിക്കുന്നത് ലോണായിട്ട്, കാരണം നമ്മുടെ ഓൺ ഫണ്ട് കൊണ്ട് ഒരു കളിസ്ഥലം നമുക്ക് വാങ്ങിക്കാൻ ഒരു 2-3 ഏക്കർ സ്ഥലം വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ ഓൺ ഫണ്ട് എടുത്ത് നമുക്ക് ചിലവാക്കാനായിട്ട് അത്ര ഇല്ല. നമുക്ക് 1 കോടി 1.5 കോടിയൊക്കെ നമ്മുടെ കയ്യിൽ മിച്ചമുള്ളൂ. അപ്പോൾ ഒരു വർഷം അവസാനമാകുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടില്ല. വീണ്ടും ടാക്സും മറ്റു വരുമാനങ്ങളും വന്നേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ലോണായിട്ട് തന്നെയാണ് കളിസ്ഥലം മേടിക്കുന്നത്. അതിൻ്റെ തിരിച്ചടവിലേക്കാണ് തുക വച്ചിരിക്കുന്നത്. പിന്നെ സൗരോർജ്ജത്തിൻ്റെ ലാഭ് വ്യക്തിഗതം കൊടുക്കാനായിട്ട് ആദ്യം തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഒരു മാർഗനിർദ്ദേശമില്ല. അത് കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. സ്കൂളുകളുടെ നിർദ്ദേശങ്ങൾ നമുക്ക് പിന്നെ പരിഗണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഫണ്ടിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും നിർദ്ദേശങ്ങൾ വന്നു. നല്ല നിർദ്ദേശങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് കുറേ എണ്ണം കൂടി പ്രോജക്റ്റുകളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് വലിയ സന്തോഷമുണ്ട്. നമുക്ക് വെറുതെ ഞങ്ങൾക്ക് ഒരു വഴിപാട് കഴിക്കുന്നത് പോലെ ഗ്രാമസഭകൾ നടത്തി ഒരു ഗ്രാമസഭ ഞങ്ങൾ മാറ്റിവെക്കുകയും ചെയ്തു. ആളുകൾ കൃത്യമായിട്ട് പങ്കെടുത്തതുകൊണ്ട് അപ്പോൾ ആളുകൾ കൂടുതൽ പങ്കെടുത്ത് നിർദ്ദേശം തന്ന് അങ്ങനെ വർക്കിംഗ് ഗ്രൂപ്പിലും എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ പങ്കെടുത്ത് വികസന സെമിനാറിൽ ഞങ്ങളുടെ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും കൂടി അംഗീകരിച്ച് നമ്മുടെ പ്രോജക്റ്റുകളിലേക്ക് പോവുക എന്നുള്ളത് ഇതാണ് ശരിയായ തരത്തിലുള്ള അധികാര വികേന്ദ്രീകരണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ 19 പേര് മാത്രം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രിവന്റീവ് ഓഫീസർമാർ ഇരുന്ന് കഴിഞ്ഞാൽ യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രോജക്റ്റുകളായിരിക്കും മുന്നോട്ട് വരിക. അപ്പോൾ നല്ല രീതിയിൽ പറഞ്ഞ ശിശു സൗഹൃദ, വയോജന സൗഹൃദ, സ്ത്രീ സൗഹൃദ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതുപോലെയുള്ള കൃത്യമായ ഇടപെടലുകളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ട് ഈ ഭരണസമിതിക്ക് ഈ കഴിഞ്ഞ 4 വർഷങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള ഒരു വർഷം നല്ലതായിട്ട് തന്നെ ഈ പ്രോജക്റ്റുകൾ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാവുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അടുത്ത വർഷത്തെ നമ്മുടെ ജൂൺ മാസത്തിലെ ഗുണഭോക്തൃ ഗ്രാമസഭയുണ്ട്. അതിലും എല്ലാവരും പങ്കെടുക്കണമെന്നും കൂടി അറിയിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഔദ്യോഗികമായിട്ട് നന്ദി പറയുന്നത് നമ്മുടെ സെക്രട്ടറിയാണ്. നന്ദി പറയുന്നത് അധ്യക്ഷ പഞ്ചായത്ത് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ വേദിയിൽ പ്രശ്നമായിരിക്കുന്ന പ്രിയപ്പെട്ട മെമ്പർമാർ, പ്രിയപ്പെട്ട ABCC പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളുടെ കരട് പദ്ധതി രേഖയാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ അവതരണത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി അടുത്ത വർഷത്തെ പദ്ധതികൾ ആവിഷ്കരിച്ച് യഥാസമയത്ത് തന്നെ ആസൂത്രണ സമിതിക്ക് മുമ്പാകെ സമർപ്പിക്കണമെന്ന് ഉറപ്പെടുത്തുന്നു. അതിനായി അതോടൊപ്പം തന്നെ അതിൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ വികസന സെമിനാറിൻ്റെ അധ്യക്ഷയായ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി MVC സ്ഥിതിക്കും, അതോടൊപ്പം തന്നെ ഈ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോൺസൺ കോട്ടകത്തിലേക്കും, ഇവിടെ ആസൂത്രണ രേഖ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പോളി ജോർജിനും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുത്ത വിവിധ ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വൈസ് പ്രസിഡന്റുമാർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, അതുപോലെ വിവിധ ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥന്മാർ, കർഷക പ്രതിനിധികൾ, വിവിധ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, കുടുംബശ്രീ, ഹരിതകർമ്മ കർമ്മസേന അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, വ്യാപാര പ്രതിനിധികൾ, ടൂറിസം ക്ലബിൻ്റെ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ SCP TSP കോർഡിനേറ്റർമാർ, അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരു പദ്ധതി എങ്ങനെയാണ് രൂപം കൊള്ളുന്നതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ചേർന്ന MSW വിദ്യാർത്ഥിനികൾ, അതോടൊപ്പം തന്നെ ഈ ഇവിടെ പദ്ധതി അല്ലെങ്കിൽ പദ്ധതി ആസൂത്രണത്തിന് മുൻകൈ എടുത്ത ആസൂത്രണ ഉപാധ്യക്ഷനും അതിൻ്റെ സാറിനും അതോടൊപ്പം ഇവിടെ
ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ സഹപ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു.